ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് പേര് സ്കില്ലിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പുറത്തേക്കല്ല പോയി ഫസ്റ്റ് തന്നെ, കുഴപ്പമില്ല, നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ടച്ച് ഇടുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്കിൾ കണ്ടോ, ആ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് പ്ലെയറിനെ പരമാവധി കയറ്റാനായിട്ട് മുന്നേ നമ്മൾ എവിടെയാണ് ഈ പ്ലെയറിന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ നിന്ന് സ്കില്ല് ചെയ്യുക. ആ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് കിടക്കാണ്ടിരിക്കാൻ നോക്കുക. കാരണം അങ്ങനെ കടന്നു കഴിഞ്ഞാൽ സാധാരണ വല്ല ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാറുണ്ട്. കാരണം അതങ്ങനെ ഇത്ര ക്ലോസ് ആയിട്ട് വരുമ്പോഴാണ് അത് കടന്നു പോകാത്തത്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നെയ്മറോ ഇട്ടോ അങ്ങനത്തെ വല്ല പ്ലെയേഴ്സൊക്കെ ആണെങ്കിൽ ആ സ്കില്ല് വർക്കാവാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വന്നാൽ പോലും. കാരണം അവർക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. സാധാ ഇപ്പോൾ ഒരു നോർമൽ ഒരു പ്ലെയറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ റൈസ് തന്നെ സ്കില്ലിടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്ലെയർ കയറി കഴിഞ്ഞാൽ ബോൾ എടുക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇങ്ങനെ പെടച്ച് പോയിട്ട് നിങ്ങൾ സ്കില്ലിടാണ്ടിരിക്കുക. കാരണം ആ സ്കില്ലിട്ടാൽ തന്നെ ബോൾ നമ്മുടെ നിന്ന് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഡബിൾ ടച്ച് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൊരു ടാപ്പ് റൈറ്റ് സൈഡിലൊരു ടാപ്പ്, ലെഫ്റ്റ് സൈഡിലെ ജോയ്സ്റ്റിക്ക് നമുക്ക് എങ്ങോട്ടാണോ സ്കില്ലിട്ട് മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. റൈറ്റ് സൈഡിലൊരു ടാപ്പ്, ലെഫ്റ്റ് സൈഡിലൊരു സ്വൈപ്പ്, അത്രേ ഉള്ളൂ. പിന്നെ മെയിനായിട്ടുള്ളൊരു സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർസൽ ടൈനാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എങ്ങടാണോ അത് സ്കില്ലിട്ട് പോകേണ്ടത് അവിടേക്ക് ബാക്കിലേക്കായിട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. റൈറ്റ് സൈഡിലോ ടാപ്പ്, ബാക്കിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യാം, അപ്പോൾ മാർസൽ ടൈൻ ആവും. ഇത് എന്തോ പുതിയ സെറ്റപ്പാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഈ സാധനം മുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ പ്ലെയറിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരിട്ട് നിൽക്കാറാണ് പതിവ്. ഇതിപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബോൾ. ഇത് പുതിയ അപ്ഡേഷനിൽ കൂടെ നിന്നാന്ന് തോന്നുന്നു. കണ്ടാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മുന്നേ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാനൊന്ന് സ്വൈപ്പ് ചെയ്തു, അപ്പം അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടാവും കൊള്ളാട്ടോ അത്. മെയിനായിട്ട് നമ്മുടെ സർക്കിളിലേക്ക് കിടക്കാണ്ട് നോക്കുക, എന്നിട്ട് നിങ്ങൾ സ്കില്ലിട്ടാൽ മതി. പിന്നെ ഡബിൾ ടച്ച് ബെറ്ററായിട്ട് വർക്ക് ആവണമെങ്കിൽ നിങ്ങൾ മാർസൽ ടൈൻ എന്ന് പറഞ്ഞ സ്കില്ലില്ലേ, ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചു തന്നാൽ ഇയാൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു. നമുക്ക് 2 കൊടുത്തേക്കാം. കണ്ടോ, ഈ സാധനം ആഡ് ചെയ്യുക പ്ലെയറിന്, അപ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഡബിൾ ടച്ച് വർക്ക് ആവുന്നുണ്ട്. അതെൻ്റെ ഒരു ഇതാണ്. ചിലർക്കും പല അഭിപ്രായമായിരിക്കാം, പല ആൾക്കാർക്കും. എനിക്ക് കുറച്ചും കൂടി എന്താ ബെറ്ററായിട്ട് തോന്നിയത് ഈ മാർസൽ ടൈനുള്ള പ്ലെയേഴ്സിനൊക്കെ എന്താ പറയുക, ഡബിൾ ടച്ച് കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാർസൽ ടൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. മെയിനായിട്ട് നിങ്ങൾ ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ആരെയും കയറാനായിട്ട് മുന്നേ ഇടുക. നമുക്ക് ഗെയിമിൽ അത് പരമാവധി പറ്റിയെന്ന് വരില്ല, എന്നാലും നിങ്ങൾ ആ ഒരു കണക്ക് വെച്ചിട്ട് സ്കില്ലിട്ടാൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്ലെയറിനെ കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മാർസൽ ടൈൻ ആഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡബിൾ ടച്ച് കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ അതൊന്ന് ആഡ് ചെയ്ത് നോക്കാണ്ട് കളിപ്പിച്ച് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആ സ്കില്ലിങ് പരമാവധി നമ്മൾ നെയ്മർ ഇട്ടു അങ്ങനത്തെ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിനെ വെച്ച് സ്കില്ലിടാൻ നോക്കുക. സെൻറ്റർ ബാക്ക്, DMF അവരൊന്നും വെച്ച് സ്കില്ലിടാണ്ടിരിക്കുക. അത് കൂടുതൽ ഗെയിം തോക്കാൻ നിങ്ങൾക്ക് വഴി ഉണ്ടാക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണൻറ്റിൻ്റെ ഒരു 3-4 പേരൊക്കെ ഉള്ളുമ്പോൾ നമ്മൾ സ്കില്ലിടാൻ നിൽക്കരുത്, പാസ് കൊടുക്കണം. അവിടെ എന്തുണ്ടായി? പിന്നെ ഇപ്പോൾ നമ്മൾ വിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഫേക്ക് കിട്ടും. ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, അതടിപോയി. ജസ്റ്റ് റൈറ്റ് സൈഡിൽ ഡബിൾ ടച്ച് ചെയ്യുക, പിന്നെ നമ്മുടെ ജോയ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് സ്കില്ലിടുമ്പോൾ നമ്മൾ കാണിക്കില്ല, അതുപോലെ ഒന്ന് കണ്ടോ. ആ ഫേക്കിൽ പെട്ടെന്ന് പ്ലെയർ അങ്ങോട്ട് നീങ്ങി പൊക്കോളൂ. ഇതിപ്പോൾ ഞാൻ ഈ ട്രെയിനിങ് സെക്ഷൻ എടുത്ത കാരണമാണ് നിങ്ങൾക്കത് ഇതാവാത്ത. കണ്ടോ, എങ്ങടാണോ ഫേക്ക് ഇടണ്ടേ അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കാം. കണ്ട, അത് അത്യാവശ്യം നല്ല പൊളി സ്കില്ല് തന്നെയാണ്. പെട്ടെന്ന് പ്ലെയർ ബീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതിൽ.
കണ്ട, അത് ജസ്റ്റ് റൈറ്റ് സൈഡിൽ ഡബിൾ ടച്ച് ചെയ്യുക. സെക്കൻഡ് ടച്ച് എന്ന് പറയുന്നത് കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് എങ്ങടെ ഫേക്ക് ഇട്ട് നീങ്ങണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സ്കിൽ തന്നെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലായി നോക്കുന്നു. ഇനി നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, നമുക്കത് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. ഞാൻ കുറച്ച് സ്കില്ലിൻ്റെ ക്ലിപ്പൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം, എന്നിട്ട് നമുക്ക് വീഡിയോ ഇടാം. ഓക്കെ ഗൈസ്, ബൈ.